ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അവരുടെ മതപരവും ഭൗതികവുമായ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അവർക്ക് ജീവിക്കുവാൻ ജനാധിപത്യ സംവിധാനം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും, എന്നാൽ പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾ, ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങളും വേണ്ട കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്, അവരുടെ ബാധ്യതയാണ്. പ്രഗൽഭ മുഫസ്സിറും പണ്ഡിതനുമായ അൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഈദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 91-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്നല്ലാഹ യദ്ഫഉ അനിൽ മുഅ്മിനീന ബി അസ്ബാബിൻ കസീറ ഖദ് യഅലമൂന ബഅദഹാ വഖദ് ലാ യഅലമൂന ശൈഅൻ മിൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഥവാ സത്യവിശ്വാസികളെ അവരെ സംരക്ഷിക്കുന്നു. അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ അല്ലാഹു ഏർപ്പെടുത്തും വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ. അതിൽ ചിലത് അവർക്ക് നേർക്കുനേരെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ചിലത് വിശ്വാസികൾ അറിയാത്ത രൂപത്തിൽ, അവർ കണക്കാക്കാത്ത രൂപത്തിലുള്ള സഹായം അല്ലാഹുവിൽ നിന്ന് ഉണ്ടാകും. വറുബ്ബമാ ദഫഅ അൻഹും ബിസബബി ഖബീലതിഹിം ഔ അഹ്ലി വതനിഹിം അൽ കുഫാർ. ചില സന്ദർഭങ്ങളിൽ വിശ്വാസികളെ അല്ലാഹു സംരക്ഷിക്കുന്നത് അതേ നാട്ടിലുള്ള അവരുടെ ഗോത്രങ്ങളെ കൊണ്ടോ അവരുടെ രാജ്യത്തിലുള്ള അവിശ്വാസികളായ ആളുകളെ കൊണ്ട് തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നത് അവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനും മറ്റും അവർക്ക് സംരക്ഷണം നൽകുന്നത് പലപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ആ നാട്ടിലെ അമുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ തന്നെ മുസ്ലിമീങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും. ആ രൂപത്തിൽ അള്ളാഹു വിശ്വാസികളെ സഹായിക്കും. ഏതുപോലെ കമാ ദഫഅ അല്ലാഹു അൻ ശുഐബിൻ റജ്മ ഖൗമിഹി ബിസബബി റഹ്തിഹി. മഹാനായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ നാട്ടിലുള്ള അവിശ്വാസികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും കല്ലെറിഞ്ഞു കൊല്ലാനുമൊക്കെ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകിയത് അതേ നാട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായിരുന്നു. അപ്പോൾ അവിശ്വാസികളെ പ്രതിരോധിച്ചത് അവിശ്വാസികൾ തന്നെയാണ്, അമുസ്ലിമീങ്ങളെ പ്രതിരോധിച്ചത് അമുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. വഅന്ന ഹാദിഹി റവാബിത്ത് അല്ലതി യഹ്സുലു ബിഹാ ദഫഉ അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ ലാ ബഅസ ബിസ്സഅയി ഫീഹാ ബൽ റുബ്ബമാ തഅയ്യന ദാലിക് ലിഅന്നൽ ഇസ്ലാഹ മത്ലൂബുൻ അലാ ഹസബിൽ ഖുദ്റതി വൽ ഇംകാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഗുണകരമായി തീരുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ അതിന് മുൻഗണന കൊടുക്കേണ്ടി വരും. കാരണം തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നന്മയുണ്ടാക്കുക, ഒരു രാജ്യത്ത് സമാധാനമുണ്ടാക്കുക, സുരക്ഷയുണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അവർ ജീവിക്കുന്ന രാജ്യത്ത് സമാധാനത്തോടുകൂടി അവരുടെ മതമനുസരിച്ച് ശരീഅത്തനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായ ഒരു സംവിധാനം, ആ സംവിധാനത്തിന് വേണ്ടി അവർ അധ്വാനിക്കണം. ഒരു വേള അവർക്ക് സംരക്ഷണം നൽകുന്നത് ആ നാട്ടിലെ അവിശ്വാസികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളുടെ തന്നെ സപ്പോർട്ടും അതേപോലെയുള്ള സഹകരണങ്ങളും ലഭിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഏർപ്പെടേണ്ടതാണ്. ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നു, ഫഅല ഹാദാ ലൗ സഅദൽ മുസ്ലിമൂന അല്ലദീന തഹ്ത വിലായത്തിൽ കുഫാർ വഅമിലു അലാ ജഅലിൽ വിലായത്തി ജംഹൂരിയതൻ യതമക്കനു ഫീഹൽ അഫ്റാദു വശുഊബു മിൻ ഹുഖൂഖിഹിം അദ്ദീനിയ്യ വദ്ദുനിയവിയ്യ ലകാന ഔലാ മിൻ ഇസ്തിസ്ലാമിഹിം ലിദൗലത്തിൻ തഖ്ദി അലാ ഹുഖൂഖിഹിം അദ്ദീനിയ്യ വദ്ദുനിയവിയ്യ വതഹ്രിസു അലാ ഇബാദത്തിഹാ വജഅലിഹിം അമലതൻ വഖദമൻ ലഹും. അതുകൊണ്ട് തന്നെ അമുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ആ രാജ്യത്തിലെ ഭരണ സംവിധാനം ജനാധിപത്യ സംവിധാനമായി തീരാൻ വേണ്ടി മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കുന്നതിൽ സഹകരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അവരുടെ മതപരവും
അതേപോലെ തന്നെ ഭൗതികവുമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ജനാധിപത്യ സംവിധാനം നിലനിർത്തലാണ് അവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഏതിനേക്കാൾ അവിടെ അവരുടെ മതപരവും ഭൗതികവുമായ അവകാശങ്ങളെ ഹനിക്കുന്ന, ഇല്ലാതെയാക്കുന്ന ആളുകൾക്ക് അവർ കീഴൊതുങ്ങുന്നതിനേക്കാളും അവർക്ക് അടിമപ്പെടുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കലാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് ശക്തമായൊരു വിഭാഗമാണ്. അതേ സന്ദർഭത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു വളരെ 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 ന്യൂനപക്ഷമൊഴികെ ബാക്കി എല്ലാ ഇന്ത്യക്കാരായ ആളുകളും ജനാധിപത്യ മതേതരത്വ സംവിധാനത്തെ അംഗീകരിക്കുകയും അതിന് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ്. ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഒരു ന്യൂനപക്ഷമാണ്. അതിൽ തന്നെ ആ ന്യൂനപക്ഷത്തിൽ തന്നെ വളരെ വലിയൊരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ അമുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമിനെതിരല്ല, മുസ്ലിമീങ്ങൾക്കെതിരല്ല, ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. അത്തരം ആളുകൾ ഭരണത്തിൽ വരിക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യമെന്നുള്ളത്. അതിനുവേണ്ടി പരസ്പരം സഹകരിച്ചുകൊണ്ട് ബുദ്ധിപൂർവവും സംഘടനാപരമായും വളരെ കൃത്യമായ നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ട് ആ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളിലും, തെരഞ്ഞെടുപ്പിലും വോട്ടിങ്ങിലുമൊക്കെ അവർ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കാര്യമാണ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. ഇത് സൂറത്ത് ഹൂദിലെ 91-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറിലാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ആ ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ആയത്തിൽ സത്യനിഷേധികളായ ആളുകൾ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നൊരു കാര്യമുണ്ട്. അവർ പറയുന്നത്, ഖാലു യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു വ ഇന്നാ ലനറാക ഫീനാ ദഈഫ വലൗലാ റഹ്തുക ലറജംനാക വമാ അൻത അലൈനാ ബിഅസീസ്. ഓ ശുഐബ്, താങ്കൾ പറയുന്ന പലതും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദുർബലനാണ്. താങ്കളും താങ്കളിൽ വിശ്വസിച്ച ആളുകളുമൊക്കെ ന്യൂനപക്ഷമാണ്, ദുർബലരാണ്. എന്നാൽ വലൗലാ റഹ്തുക, താങ്കളുടെ സംഘം താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവർ വിശ്വാസികളല്ല, അവിശ്വാസികളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, നാട്ടുകാർ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിക്കൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ല റജംനാക, നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് ആട്ടിപ്പായിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ കൊല്ലുമായിരുന്നു എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അവർ അദ്ദേഹത്തെ പിടികൂടാനും കൊല്ലാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കാതെ പോയത് അതേ നാട്ടിലുള്ള അവിശ്വാസികളായ ആളുകളുടെ പിൻബലം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടായിരുന്നു. സൂറത്തുൽ ആറാഫിലെ 88-ലും ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ നാട്ടുകാർ പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ പറയുന്ന അതേ വാക്കുകളാണ്. എന്താണ് അവർ പറഞ്ഞത്? ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന അഹങ്കാരികളായ ചില ആളുകൾ അവർ പറഞ്ഞു, ലനുഖ്രിജന്നക യാ ശുഐബ്, ഓ ശുഐബ്, താങ്കളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. താങ്കളെ മാത്രമല്ല, വല്ലദീന ആമനു മഅക മിൻ ഖറയത്തിന, താങ്കളുടെ കൂടെ വിശ്വസിച്ച ആളുകളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം. നമുക്കറിയാം, ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ മുസ്ലിമീങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഗർവാപ്പസി, മതത്തിലേക്ക് തിരിച്ചു വരിക, ഇസ്ലാം എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയുടെ മതം ഹിന്ദു മതമാണ്, അതുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരിക, അല്ലാത്തവർ ഇന്ത്യയിൽ നിൽക്കേണ്ടതില്ല എന്ന വാദം. ഇത്തരത്തിലുള്ള വാദങ്ങൾക്കൊക്കെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങളുമായി രംഗത്ത് വന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടുള്ളത്, ഇത് അള്ളാഹുവിൻ്റെ സഹായമാണ്, അതേ നാട്ടിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് തന്നെയാണ്. ഇന്ത്യയിലും അത് തന്നെയാണ് നിലനിൽക്കുന്ന സാഹചര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങൾ, അവർ മുസ്ലിമീങ്ങൾക്കെതിരല്ല, അവരുടെ കൂടെ നിന്നുകൊണ്ട് ജനാധിപത്യ സംവിധാനങ്ങളിൽ, അതിൻ്റെ പ്രക്രിയകളിൽ പങ്കെടുക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി, ഏകദൈവ ആരാധന സ്വീകരിക്കുന്നതോടുകൂടി ഏത് നാട്ടിലും അവർ ഒറ്റപ്പെടുകയും അക്രമത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത്തരം സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള അമുസ്ലിമീങ്ങളായ ആളുകളുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിദു നഫ്സഹു അലന്നാസി
ഫിൽ മൗഖിഫി ഫഖാല അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിൻ്റെ സന്ദർഭത്തിലും മറ്റുമൊക്കെ പല സമൂഹങ്ങളുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്നെ സ്വീകരിക്കുകയും എനിക്ക് സംരക്ഷണം നൽകുകയും നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇസ്ലാമിൻ്റെ ദഅവത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുകയും വേണം. കാരണം ഖുറൈശികൾ എന്നെ അതിൽ നിന്ന് തടയുന്നു. അതുകൊണ്ട് എൻ്റെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഗോത്രക്കാരോടും പല പ്രമുഖ വ്യക്തിത്വങ്ങളോടും ചോദിച്ചിരുന്നു. മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയത് വിശ്വാസികളല്ലാത്ത അമുസ്ലിമീങ്ങളായ ആളുകളുടെ കുടുംബത്തിലും അല്ലാത്തവരുമായ അമുസ്ലിമീങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അവർക്കുണ്ടാകും. ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂനുൻ വസ്ദുജിർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിലേക്ക് അദ്ദേഹത്തെ അയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളവാക്കി. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റപ്പെടുത്തപ്പെട്ടു. ഫദഅ റബ്ബഹു, അദ്ദേഹം റബ്ബിനെ വിളിച്ചു ദുആ ചെയ്തു. എന്താ പറയുന്നത്? അന്നി മഗ്ലൂബുൻ, അല്ലാഹുവേ ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവർ എന്നെ അതിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫൻതസിർ, എന്നെ സഹായിക്കണമേ. അപ്പോൾ പ്രവാചകന്മാരും വിശ്വാസികളും എക്കാലഘട്ടത്തിലും ആ നിലക്കുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, പരലോകത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, തൗഹീദിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ വലിയ അഗ്നികുണ്ഡമുണ്ടാക്കി അതിലേക്ക് വിശ്വാസികളെ ഇട്ടുകൊണ്ട് അവർ അതിൽ കിടന്ന് കരിഞ്ഞ് മരിക്കുന്നത് കണ്ട് ആസ്വദിച്ച ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അവർ എന്ത് കാരണം കൊണ്ടാണ് വിശ്വാസികളെ ആ നിലക്ക് പീഡിപ്പിച്ചത്? വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപിയുമായ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർ ഒറ്റപ്പെടുത്തപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർക്ക് മദീനയിലേക്ക് ഹിജ്റ പോവേണ്ടി വന്നു. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടുമല്ല അവർ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നാണ്. യാതൊരു ന്യായവുമില്ലാതെ അവർ നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷേ വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദഹും ബിബഅദിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ചിലരെ കൊണ്ട് മറ്റു ചിലരെ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മസ്ജിദുകളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ജനതയെ കൊണ്ട് മറ്റൊരു ജനതയെ ബ്ലോക്ക് ചെയ്യുന്നു, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല തടയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യത്തും അത്തരത്തിലുള്ള തടയലുകളും സംരക്ഷണവും സഹകരണവുമെല്ലാം ഉണ്ടാകും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്.